ശ്രീ രാജേന്ദ്രൻ പന്തളം നോക്കുക, ഈ പറഞ്ഞതുപോലെ SIR-ഉം വോട്ട് ചോരിയുമൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും SIR പ്രകാരമാണെങ്കിൽ ഈ ശുദ്ധീകരണം നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിന് ഏത് സമയമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യത്തിലൊക്കെ ആയിരുന്നു തർക്കം. ഇപ്പോഴും നിലനിൽക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് വോട്ട് ചെയ്യേണ്ടതില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ പലരും പിന്തുണയ്ക്കുകയും ചെയ്യും. പക്ഷേ വോട്ട് ചോരി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇനി തെളിയിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന വലിയ രീതിയിലുള്ള പ്രചരണമൊക്കെ നടത്തിയതിൻ്റെ ഒരു ഫലം അങ്ങനെ നേടാൻ ഇപ്പുറത്തായിട്ടില്ലെങ്കിൽ അത് എങ്ങനെയാണെന്ന് ഇനി വിശദീകരിക്കേണ്ടി വരുമല്ലോ. എന്തു പറയും? തീർച്ചയായിട്ടും വികസനത്തിന് കിട്ടിയ ഒരു വോട്ടായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. നിഷേധാത്മകമായിട്ടുള്ള പ്രചാരണങ്ങൾ ഒന്നും അവിടെ വിലപ്പോയില്ല എന്നാണ് ഈ ഫലം വളരെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നോക്കൂ, 243 സീറ്റിൽ 206 അവിടെ NDA സഖ്യം കടന്നുകൂടിയിരിക്കുന്നത്. ബീഹാറിലെ ഈ NDA സഖ്യത്തിനൊന്നല്ല, മറ്റേതൊരു ഗവൺമെൻറ്റിനും കിട്ടിയതിനേക്കാൾ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണിത്. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിൻ്റെ സാധാരണ മര്യാദ എന്ന് പറയുന്നത് വിജയിച്ച കക്ഷിയെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി അല്ലെങ്കിൽ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി തന്നെ അഭിനന്ദിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളല്ല പറയുന്നത്. കോൺഗ്രസ് ഇവിടെ പറഞ്ഞത് വോട്ട് കൊള്ളയിലൂടെയാണ്. യാതൊരു വിധമായിട്ടുള്ള അന്വേഷണവും നടത്താതെ, പരിശോധനയും നടത്താതെ അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് അവരെത്തുക എന്ന് പറയുന്നത് കൃത്യമായ ഉത്തരങ്ങൾ ലഭ്യമായിട്ടില്ല. ആ പരാതികൾ അവിടെ തന്നെ ഉണ്ട്. അത് അന്വേഷിക്കേണ്ടവർ അന്വേഷിച്ചിട്ടുമില്ല, അതൊന്നും പ്രശ്നമില്ല എന്ന് പറയേണ്ടവർ പറഞ്ഞിട്ടുമില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇനി ബീഹാറിൻ്റെ കാര്യത്തിൽ അന്വേഷണമൊക്കെ ഇനി വരേണ്ടതുണ്ട്. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അത് വല്ലാതെ ഇല്ല എന്ന് പറയുമ്പോഴും ഒരു അന്വേഷണം ഈ കാര്യത്തിലൊക്കെ നടക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യം അവിടെ തന്നെ ഉണ്ടല്ലോ. അത് കോൺഗ്രസ്സിന് പക്ഷേ ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് കൂടാതെ അവർ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതെല്ലാം നിഷേധാത്മകമായ കാര്യങ്ങളായിരുന്നു, അതാണ് ജനങ്ങളിലേക്ക് എത്താതെ പോയതിന് കാരണം എന്ന് താങ്കൾ ആവർത്തിച്ച് പറയുകയാണോ? തീർച്ചയായിട്ടും നിഷേധാത്മകമായിരുന്നു. വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ് നടത്തിയ ആ പ്രകടനങ്ങൾ പ്രത്യേകിച്ചും സസറാമിൽ നിന്ന് ആരംഭിച്ച് മുസ്ലിം യാദവർ മാത്രം താമസിക്കുന്ന മണ്ഡലങ്ങളിലൂടെ മാത്രം ബീഹാറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത തരത്തിലുള്ള വിവേചനത്തോടും കൂടിയും പ്രീണന മനോഭാവത്തോടും കൂടി നടത്തിയതായിരുന്നു. അങ്ങനെ ഒരു വിഭാഗം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം എന്നുള്ള ഒരു കൗശലത്തോടു കൂടി നടത്തിയതായിരുന്നു. പക്ഷേ അത് ജനങ്ങൾ തിരസ്കരിച്ചു. അതിനു മുമ്പ് തന്നെ തേജസ്വി യാദവ് അത് തിരസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് അവിടുത്തെ തൊഴിലില്ലായ്മ, യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ അവരുടെ ബീഹാറിൽ നിന്ന് ഉള്ള പലായനം ചെയ്തൽ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ജോലി തേടി കൂലിപ്പണി തേടിയുള്ള പലായനം, ഇതൊക്കെ പരിഹരിക്കണമെന്നുള്ളതിനാണ് അദ്ദേഹം പിന്നെ രാഹുൽ ഗാന്ധിയോടൊപ്പം സഞ്ചരിച്ചതിന് ശേഷം ഊന്നൽ നൽകിയത്. എന്നിട്ട് ഈ രാഹുൽ എന്ന ആളുമായിട്ട് ചേർന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും പരാജയത്തിൻ്റെ കയ്പ് അനുഭവിക്കേണ്ടി വന്നു. നമ്മൾ നോക്കൂ, നേരത്തെ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളതാണ്, കോൺഗ്രസ് എന്ന് പറയുന്ന കക്ഷി ഇപ്പോൾ ഒരു ഇത്തിൽ കണ്ണിയായിട്ട് തീർന്നിട്ടുണ്ട്. മരത്തിലിരുന്നു കൊണ്ട് മരത്തിൻ്റെ പോഷക മൂല്യങ്ങൾ മുഴുവൻ വലിച്ചെടുത്തുകൊണ്ട് ആ മരത്തിനെ ഉണക്കിക്കളയുന്നത് പോലെ തേജസ്വി യാദവിൻ്റെ പാർട്ടി RJDയെ പോലും ഉണക്കുകയാണ് അവിടെ അവർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സ്വയം ഉണങ്ങുകയും ചെയ്തിരിക്കുന്നു. സിംഗിൾ ഡിജിറ്റിൽ വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിൻ്റെ മുഖത്തേറ്റ ഏറ്റവും ശക്തമായ താടനമാണിത്. ശരി, രാഹുൽ ഗാന്ധിയാണ് ഉത്തരം പറയേണ്ടി വരിക എന്നാണ് രാജേന്ദ്രൻ പന്തളം നിരീക്ഷിക്കുന്നത്.